ഡി സതീശന്റെ UDF ഇല്ല എന്നാണ് അൻവർ പറയുന്നത്. ഇനി എന്നെ ആരും വിളിക്കണ്ട എന്നാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞത്. UDF എന്ന് പറയുന്ന സംവിധാനം ഇന്നലെ ഉണ്ടാക്കിയതല്ല, വർഷങ്ങളായി ഉണ്ടാക്കിയ ഒരു UDF സംവിധാനം ആരെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിന്റെ പുറത്ത് അത് പൊട്ടിപ്പൊളിച്ച് വലിച്ചെറിയാനൊന്നും നമുക്ക് കഴിയില്ല. ഇറ്റ് വിൽ ബി ദർ, ഒരു സംശയമില്ല. കൂടെ അദ്ദേഹം വരുന്നെങ്കിൽ സന്തോഷം. ഇനി അദ്ദേഹം വരുന്നില്ല, അദ്ദേഹം സ്വന്തമായി മത്സരിക്കുന്നു, ആയിക്കോട്ടെ. മത്സരിക്കുന്നില്ല എന്നാ പറഞ്ഞത്. മത്സരിക്കുന്നുണ്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വോട്ടിംഗ് ബാങ്കിങ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയപ്പാടുമില്ല. നമുക്ക് CPM-ന്റെ വോട്ട് വേണ്ട. നമുക്ക് ഇദ്ദേഹം കൂടെ നിന്നിരുന്നെങ്കിൽ നമുക്കൊരു കൂടുതൽ കരുത്തായേനെ. ആര്? അൻവർ നമ്മുടെ കൂടെ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് നമ്മളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. CPM-നെതിരെയുള്ള സ്ട്രോങ് സ്റ്റാൻഡ്, അതിനോടൊപ്പം UDF-നോടൊപ്പം നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തീരുമാനം. ആ തീരുമാനങ്ങളൊക്കെയാണ് നമ്മളെ അടുപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹം UDF-ലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തർക്കമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തോട് വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. അദ്ദേഹം വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ നിർത്തുന്ന പ്രശ്നത്തെ കുറിച്ചിട്ട് UDF ചർച്ച ചെയ്യും, തീരുമാനങ്ങളും എടുക്കും. അല്ല, അൻവർ UDF-ൽ വരുന്നത് ഇല്ലാതാക്കിയത് ആരാണ്? അല്ല, ഇല്ലാതാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരല്ല, അദ്ദേഹത്തിന്റെ ഡിമാൻഡാണ്. അദ്ദേഹത്തിന്റെ ഡിമാൻഡാണ്. അദ്ദേഹം, ഞാൻ പറയുന്നു, മത്സരിക്കാൻ വരുന്ന ഒരു മുന്നണിക്കകത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരാൾ ഈ മുന്നണിക്കകത്ത് എങ്ങനെ കടന്നു വരും? അല്ല, അൻവർ തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അങ്ങനെ ആരെ നിർത്തിയാലും, ഏത് ചെകുത്താൻ നിർത്തിയാലും പിന്തുണക്കുമെന്നുള്ളതാണ് ഞാൻ അറിയിച്ചത്. പക്ഷെ അതുപോലും അംഗീകരിക്കാൻ UDF നേതൃത്വം ചില ആൾക്കാർ അങ്ങനെ അറിയിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എങ്ങനെ ഒന്നും കൂടെ പറഞ്ഞ് ചില സീറ്റുകൾ അടക്കം ചോദിച്ചു. ആര്? അൻവർ ചോദിച്ചപ്പോ അൻവറിന് ബേപ്പൂരും മലമ്പുഴയാണ് കൊടുക്കാൻ പറഞ്ഞത്. എന്നെ കൊല്ലാനാണോ നിങ്ങളുടെ തീരുമാനം എന്നാണ് അൻവർ ചോദിക്കുന്നത്. എന്റെ അറിവിൽ ആ ചർച്ചയൊന്നും എന്റെ അറിവിലില്ല. ഞാൻ ചർച്ചയ്ക്ക് പോയിട്ടുമില്ല. ഞാൻ അവിടെ ഇല്ല. ഞാനിപ്പോൾ ഇങ്ങനെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ പോയി നടന്ന് പണിയെടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അറിവിലുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞത്. അദ്ദേഹം അൻവർ എന്നും കോൺഗ്രസിലേക്ക് വരാൻ എപ്പം തയ്യാറായി കോൺഗ്രസിന്റെ കർമ്മ പരിപാടികൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് വന്നാൽ അൻവറിന് കോൺഗ്രസിലേക്ക് UDF-ലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമാണല്ലോ. ആ തീരുമാനമല്ല എങ്കിൽ അദ്ദേഹം കൂടി ഉണ്ടാവില്ലേ? സ്വാഭാവികല്ലേ? പക്വത കാണിച്ച് അദ്ദേഹം കോൺഗ്രസോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളും അവിടെയുണ്ട്. ഒരു തർക്കമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ സതീശനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. സതീശന്റെ അഭിപ്രായ വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനത്തിന് വിയോജിപ്പ് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ്. അത് സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് ശരിയല്ല. ഇല്ല, അടഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല. അൻവറെ ഇനിയും കൊണ്ടുവരാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിക്കും. അതിപ്പോ പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ UDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് അൻവറിനെ പൂർണ്ണമായും ഇങ്ങനെ സ്ഥാനാർത്ഥി അപമാനിക്കുന്ന ഒരാളെ വേണ്ട എന്ന് പറയാൻ UDF-ന് ആർജവും ഇല്ലാത്തത്? എങ്ങനെ? അതായത് ഇങ്ങനെ ഒരു UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ അപമാനിച്ച ഇത് രാഷ്ട്രീയമാണ് കേട്ടോ. അല്ല, അത് രാഷ്ട്രീയം. അല്ല, അതാണ് രാഷ്ട്രീയത്തിന്റെ അകത്ത് നമുക്ക് കിട്ടാവുന്നത് മാക്സിമം നമ്മൾ കയ്യിൽ ഒതുക്കുക എന്നതാണ് പോളിറ്റിക്സ്. ആ സ്ട്രാറ്റജിയെ ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഭാഗത്തൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അൻവർ ഇല്ലെങ്കിലും UDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നിസ്തർക്കമറ്റ കാര്യമാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് അവിടെ ജയിക്കും. ടൈറ്റ് ആവും, അത്രയും ഇത്തിരി ടൈറ്റ് ആവും. സ്വരാജിനൊക്കെ എത്ര വോട്ടാണ് അവിടെ ഉള്ളത് സ്വരാജിന് തന്നെ അറിയാം. സ്വരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ പരമാവധി പരിശ്രമിച്ചതാണ്, ശുപാർശ ചെയ്യിച്ചതാണ്. അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു തോൽവി ഏറ്റുവാങ്ങണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ക്വസ്റ്റ്യൻ. പാപം, അദ്ദേഹത്തെ മത്സരിപ്പിച്ചതാണ്. കമ്പൽസറി മത്സരം. പാർട്ടി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തോട് നിർബന്ധമായും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അദ്ദേഹത്തിന് സന്തോഷമില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങളോടൊക്കെ പറയുന്നത്. ഈ PV അൻവറിന്റെ സാന്നിധ്യം നിലമ്പൂർ മണ്ഡലത്തിൽ അത്രയും നിർണായകമാണെന്ന് UDF കണക്കുകൂട്ടുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് PV അൻവറിനെ
UDF ഒപ്പം എത്തിക്കാൻ ഇത്തരം ഉപാധികൾ മുന്നോട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഏതുപാധികൾ? അതായത് ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രശ്നമില്ല എന്ന് പി വി അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ ആദ്യമുണ്ടായ ആശയക്കുഴപ്പം മാത്രമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത്തരം ഉപാധികൾ വെക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ എത്ര തവണ പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്? എത്രയോ തവണ എല്ലാവർക്കും ഉണ്ടാകാം അവരവരുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നതിന് പിടിവാശി എന്നും പറയാം, അല്ലെങ്കിൽ വാശി എന്നും ഒന്ന് ഒരു സമവായത്തിലേക്കൊക്കെ പ്രതിപക്ഷ നേതാവ് കുറച്ചൊന്ന് അയഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, അയഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം അയ്യുമ്പോൾ അൻവറും കൂടെ അയ്യണം. അല്ലാതെ ഒരാൾ അയഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. രണ്ടുപേരും കൂട്ട് അയഞ്ഞാലേ തീരുമാനമുള്ളൂ. അത് അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത്തിരി അയഞ്ഞ് മറ്റൊരു അൻവറുടെ വികാരത്തെ ഒന്ന് മയപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതെല്ലാം വിലങ്ങു നിൽക്കുന്നത് അദ്ദേഹത്തിന് അൻവറുടെ പ്രതികരണമാണ്. അതിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇനി അൻവറിന്റെ വോട്ട് സ്പെസിഫിക് ആണ് ഈ പറഞ്ഞ വാർത്ത. അതായത് പ്രതിപക്ഷ നേതാവ് ഒന്ന് അയണമായിരുന്നു, അൻവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യണമായിരുന്നു. അൻവറും ഒന്ന് അയഞ്ഞ് നന്നായി UDF-ഓടൊപ്പം നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ സതീശൻ കടന്നു വന്നേനെ കൈപിടിക്കാൻ. സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിക്കാൻ, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ സതീശൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ UDF ഒരു തീരുമാനമെടുത്ത ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം പോകാൻ ആർക്കെങ്കിലും സാധിക്കില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു അപാകതയാണ്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.